കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിക്കുകയാണ്. എവിടെ എങ്ങനെ പറയണമെന്ന് ഒരു ധാരണയുമില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്നു. ജനങ്ങളെ പൊട്ടന്മാർ ആക്കരുത്, ഞങ്ങൾ ഇവിടെ ക്ഷമിച്ചിരിക്കുന്നത്, ഒന്നും മിണ്ടാതിരിക്കുന്നത് കഴിവ് കേടായി കാണരുത്. ഇത് കോൺഗ്രസ് നേതാക്കൾക്കുള്ള മുന്നറിയിപ്പാണ്. പറയുന്നത് ഞാനല്ല, പ്രസ് വൺ ടിവിയുമല്ല, ഞങ്ങളുടെ മുന്നറിയിപ്പുമല്ല. കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആ പോസ്റ്റ് നമുക്ക് വായിക്കാം. സ്ഥാനമാനങ്ങളിൽ വിരാജിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളോട്, ചെറിയ വാക്കല്ല ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്, സ്ഥാനമാനങ്ങളിൽ വിരാജിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളോട്, എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നവരോട് ആണെങ്കിലും ഒരു കാര്യം വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. എത്ര വലിയ പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എന്ന ആമുഖത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് തുടങ്ങുന്നത്. രാജ്യത്ത് 11ാം വർഷത്തിൽ, കേരളത്തിൽ 9.25 വർഷമായി പ്രതിപക്ഷത്താണ് മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും. അതിനിടയാക്കിയ ആരുടെയും സംഭാവനകൾ ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അതിനുത്തരവാദി. കേരളത്തിൽ 9.25 വർഷം ഇടതുപക്ഷം ഭരിക്കാൻ കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ്. ഇന്ത്യയിലും സമാനമായ സ്ഥിതിയാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. ജനങ്ങൾ പൊട്ടന്മാരല്ല, മഹാഭൂരിപക്ഷം ഭാരവാഹികളും പ്രവർത്തകരും നിശബ്ദരായിരിക്കുന്നത് കഴിവുകേടുകളായി കണ്ട് വിലയിരുത്തരുത്. പറയുന്ന വാക്കുകൾ, സ്ഥലം, സമയം, സന്ദർഭം അളന്നും കുറിച്ചും പറയാൻ ഇനിയും പഠിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നാശം നിങ്ങളുടെ നാവുകൾ കൊണ്ടായിരിക്കും. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കേണ്ടതില്ല എന്ന സമീപനമാണെങ്കിൽ ആരോടും ഒന്നും പറയാനില്ല. പത്രങ്ങളോടായാലും സോഷ്യൽ മീഡിയയോട് ആയാലും ഇലക്ട്രോണിക് മീഡിയയോട് ആയാലും അല്പം നിയന്ത്രണവും ജാഗ്രതയും ഉണ്ടാകണം. മേൽക്കൂട്ടരെ കാണുമ്പോൾ ഉള്ള കുളിർ അവസാനിപ്പിക്കണം. മുഖാമുഖം പോരാട്ടത്തിൻ്റെ കലാശക്കൊട്ടിലാണ്. അതിൻ്റെ അന്തസ്സും മര്യാദയും പാലിക്കാൻ തയ്യാറായില്ല എങ്കിൽ നേതാക്കളുടെ വഴിയെ യാതൊരു നിയന്ത്രണവുമില്ലാതെ പിന്നാലെ വരുന്നവർ കയറി വന്നു എന്നിരിക്കും, എന്നും വിളിച്ചു പറഞ്ഞു എന്നിരിക്കും. അപ്പോൾ പലർക്കും താങ്ങാൻ കഴിയില്ല. അപ്പോൾ കരഞ്ഞിട്ടും ഖേദിച്ചിട്ടും കാര്യമില്ല. സംഘടന നിയമങ്ങളും ഭരണഘടനയും ചൂണ്ടിക്കാണിച്ചിട്ടും കാര്യമില്ല. 10-11 വർഷമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും പലരുടെയും ചിന്ത ഇപ്പോഴും ഭരണത്തിലാണെന്നും അവർ കുലുങ്ങുമ്പോൾ ഈ നാട് മുഴുവൻ കുലുങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാണ്. ദയവായി താഴ്മയായി അപേക്ഷിക്കുന്നു, ബന്ധപ്പെട്ടവർ ആരൊക്കെയാണെങ്കിലും അഹങ്കാരം അവസാനിപ്പിക്കണം. മിനിമം മര്യാദ കാണിക്കണം. പേരെടുത്ത് എഴുതാത്തത് ഭയന്നിട്ടല്ല, ഇപ്പോഴും പ്രസ്ഥാനത്തെ ഓർത്തിട്ടാണ്. വഴിയിൽ ഇറങ്ങി നടക്കണം, കല്യാണ വീടുകളിൽ പോകണം, മരണ വീടുകളിൽ പോകണം, ആളുകളുമായി സംസാരിക്കണം. ജനങ്ങളുടെ പ്രതികരണം അറിയാൻ കമ്പും കോലും പിടിച്ച് വരുന്നവരുടെ മുന്നിൽ നിന്നാൽ അത്രയ്ക്ക് അങ്ങ് പിടികിട്ടില്ല. ജനങ്ങളുടെ പ്രതികരണം അറിയാൻ കമ്പും കോലും പിടിച്ച് വരുന്നവരുടെ മുന്നിൽ നിന്നാൽ അത്രയ്ക്കങ്ങ് പിടികിട്ടില്ല. പക്ഷേ നാടിനും കോൺഗ്രസിനും UDFിനും പോകാനുണ്ട്. ആരും പുതിയതായി പാർട്ടിയെ ഉദ്ധരിക്കേണ്ട, ഉള്ളത് കളയാതിരിക്കാനുള്ള മിനിമം മര്യാദ കാണിക്കണം. UDF തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ജനതയുടെ വിശ്വാസത്തോടും നീതി പുലർത്താൻ കഴിയാതെ വന്നാൽ CPMൻ്റെ കൊള്ളരുതായ്മ സഹിക്കാൻ വയ്യാതെ അവരെ ചവിട്ടിപ്പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും വിഘാതമായി നിന്നാൽ നേതാക്കളിൽ പലർക്കും ഒന്നും പോകാനില്ല. പക്ഷേ നാടിനും കോൺഗ്രസിനും UDFിനും പോകാനുണ്ട്. ആരും പുതിയതായി പാർട്ടിയെ ഉദ്ധരിക്കേണ്ട, ഉള്ളത് കളയാതിരിക്കാനുള്ള മിനിമം മര്യാദ പാലിക്കണം. ഈ കുറിപ്പ് എല്ലാവർക്കും, എനിക്ക് ഉൾപ്പെടെ ബാധകം. നിലപാട് ന്യായത്തിന് വേണ്ടിയാണ്, പോരാട്ടം പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് അഡ്വക്കേറ്റ് അനിൽ ബോസ്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതല്ലെങ്കിൽ കൊമ്പും കോലുമായി, എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മൈക്കുമായി വരുമ്പോൾ അവർ പറയുന്നത് കേട്ട് എന്തും വിളിച്ചു പറയരുത്. അവരുടെ മുന്നിൽ നിന്നാൽ എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. പറയുന്ന വാക്കുകൾ, സ്ഥലം, സമയം, സന്ദർഭം അളന്നും കുറിച്ചും പറയാൻ ഇനിയും പഠിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലെ നാശം നിങ്ങളുടെ നാവുകൾ കൊണ്ടായിരിക്കും.
മുഖാമുഖം പോരാട്ടത്തിന്റെ കലാശക്കൊട്ടിലാണ്. അതിന്റെ അന്തസ്സും മര്യാദയും പാലിക്കാൻ തയ്യാറായില്ല എങ്കിൽ നേതാക്കളുടെ വഴിയെ യാതൊരു നിയന്ത്രണവുമില്ലാതെ പിന്നാലെ വരുന്നവർ കയറി വന്ന് എന്നിരിക്കും, എന്തും വിളിച്ചു പറഞ്ഞു എന്നിരിക്കും. അപ്പോൾ പലർക്കും താങ്ങാൻ കഴിയില്ല. മുന്നറിയിപ്പാണ് അഡ്വക്കേറ്റ് അനിൽ ബോസിന്റെ മുന്നറിയിപ്പ്, കോൺഗ്രസ് വക്താവിന്റെ മുന്നറിയിപ്പ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി എന്ന് ഇതോടുകൂടി വ്യക്തമായിട്ടുണ്ടാകും എല്ലാവർക്കും. കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിൽ അസംതൃപ്തരാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നും നടക്കുന്നില്ല. അല്പസ്വല്പം സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് അവിടെ ഇവിടെ നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് സംഘടനാപരമായ ഒരു ഒരുക്കങ്ങളും നടക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ പലരും പല വഴിക്കാണ്. മാധ്യമങ്ങളെ കാണുമ്പോൾ പലതും വിളിച്ചു പറയുകയാണ്. ഏകോപനമില്ലാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് അനിൽ ബോസ് പറയുന്നത്, ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല, അത് കഴിവുകേടായി കണക്കാക്കരുത്. ചിലപ്പോൾ വിളിച്ചു പറഞ്ഞു എന്നിരിക്കും. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന്, നേതാക്കൾക്ക് കഴിയില്ല എന്ന്. ഇത് അനിൽ ബോസിന്റെ മാത്രം ശബ്ദമല്ല, കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന്റെ ശബ്ദമാണ്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു ലക്ഷ്യബോധവുമില്ലാതെയാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നതിന് ശേഷം കോൺഗ്രസിന്റെ നില അധോഗതിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ തന്നെയുണ്ട്. കാരണം UDF എങ്ങാനും ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പലരും ഇപ്പോൾ കളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. അവർക്കാണ് AICCയുടെ പിന്തുണ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് VD സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു. ഞാൻ അധ്വാനിച്ച് ഇവിടെ ആരും ജയിക്കേണ്ട, അങ്ങനെ ജയിച്ചിട്ട് എനിക്കൊരു ഗുണവുമില്ലല്ലോ എന്ന ചോദ്യമാണ് VD സതീശന്റെ മനസ്സിൽ ഉയർന്നത്. 2011 മന്ത്രി കസേര ലഭിക്കേണ്ടതാണ് VD സതീശന്, പക്ഷേ ലഭിച്ചില്ല. അവസാന നിമിഷം തട്ടിക്കളഞ്ഞു ഉമ്മൻചാണ്ടി. അങ്ങനെ വെറും MLA ആയി നിൽക്കേണ്ടി വന്നു. അതിനു മുമ്പ് LDF ഭരണകാലത്ത് പ്രതിപക്ഷ MLA എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് VD സതീശൻ. എന്നിട്ടും മന്ത്രിസ്ഥാനം നൽകിയില്ല. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ UDFനെ നയിക്കുന്നു. ജയിക്കാൻ സാധ്യതയില്ല, അഥവാ ജയിച്ചാൽ മുഖ്യമന്ത്രിയാകുകയുമില്ല. അക്കാര്യം തിരിച്ചറിഞ്ഞ VD സതീശന്റെ വഴിക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് ഇപ്പോൾ അണികൾ എന്ത് ചിന്തിക്കുന്നു എന്നാണ് അനിൽ ബോസ് വ്യക്തമാക്കിയിരിക്കുന്നത്.